സ്വീറ്റ് ചില്ലി ഗാർലിക് സോസ് ഒഴിക്കുക. ഡിവോഴ്സ് ചെയ്യുക അവര് അവരുടെ ആത്മബന്ധത്തെ. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടീൽസ്. നമ്മൾ ഇന്ന് നിങ്ങൾ കണ്ട പോലെ ഒരു കുക്കിംഗ് വീഡിയോ ആണിത്. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജാപ്പനീസ് സൂപ്പ് റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ വേണ്ടത്രയും വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 2 ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ, ഇതെന്ത് സ്പൂണാണ് ദൈവത്തിനറിയാം, അത്രയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെള്ളമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് വേവട്ടെ. ആ വെള്ളം ഒന്ന് വെന്ത് വരുന്ന ആ ഒരു ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സൂപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുവാണ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 2 ടീസ്പൂൺ ഇല്ല ഗൈസ്, 1 ടീസ്പൂൺ അത്ര നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ചിക്കൻ വേവാനുള്ള വെള്ളം ആൻഡ് ഇതാണ് നമ്മുടെ ബ്രോത്ത് ആവുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തൈയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 1 കിലോ തൈൻ്റെ മാത്രം പീസസ് നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടും. നമ്മൾ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രസ്റ്റ് പീസോ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുവാണ്. ഇതിലെന്തൊക്കെ കുരുമുളക്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ആയിട്ട് ചിക്കൻ നല്ല കിടിലായിട്ട് വെന്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ സൈഡിൽ നമുക്ക് വേണ്ട വെജീസ് എല്ലാം റെഡി ആക്കുകയാണ്. ഇത്രയും ഐറ്റംസ് വെച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ എന്തോ ഉണ്ടാക്കുന്നത്. അഭി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് മറ്റേ റാമൻ പോലൊക്കെ എനിക്ക് തോന്നി. സൂപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് വേണ്ടത് മഷ്റൂം. നമ്മളിത് ഒരു 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ക്യാരറ്റ്, 2 ക്യാപ്സിക്കം കുറച്ച് കൂടുതലുണ്ട്. പിന്നെ 2 ഒനിയൻ. ഇത് നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഒനിയനാണ്. ഇങ്ങനെ റെഡ് ഒനിയനാണ്. പിന്നെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗാർലിക്. നമുക്കറിയാമല്ലോ ഇവരുടെ ഫുഡിൻ്റെ മെയിൻ ടേസ്റ്റ് ചേഞ്ചറാണ് ഗാർലിക്. പിന്നെ നമുക്ക് 2 പച്ചമുളക്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഇല്ലാതെ എന്ത് സൂപ്പ് സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ നമുക്കിനി അരിഞ്ഞ് നമുക്ക് സെറ്റാക്കാം. അരിജിത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഥയും കൂടെ പറയാം. ഇവൻ ഈ അരിജിത്ത് എന്നുള്ള പേര്, അതിൻ്റെ കഥ ഞാൻ പറയട്ടെ പറയാം ഗൈസ്. ഇവൻ കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ആ ഒരു സ്റ്റോറി അറിയാം. ഇവൻ്റെ ഫ്രണ്ട്സ് അരിജിത്ത് എന്ന് വിളിക്കാറ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവൻ ജിമ്മിൽ പോകുന്ന ഒരു കാലത്ത്, ഇപ്പോൾ ഇല്ല, ജിമ്മിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന സമയത്ത് അവൻ ഫുഡൊക്കെ ഇങ്ങനെ മെഷർ ചെയ്തായിരുന്നു കഴിക്കുന്നത്. അപ്പം അതിനെ കളിയാക്കി ഇവൻ്റെ ഫ്രണ്ട്സ് അരി പോലും അവൻ ഇങ്ങനെ അളന്നൊക്കെ കഴിക്കുന്നതിന്. എന്താ അത് അങ്ങനെ അളന്നപ്പോഴത്തേക്ക് ഒരു സമയത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് അരി കാണുന്നില്ല. ഓ ശരിയാ. അപ്പൊ അങ്ങനെ ഇവൻ ഗ്രൂപ്പിൽ എന്തോ ചോദിച്ചു, എന്റെ അരി ആരെടുത്തു? അങ്ങനെയാണ് ഇവന് അരിജിത്ത് എന്ന് പേര്. കണ്ട അത്രയും ശരി. അതൊക്കെ ഒരു ഫേസ് ആയിരുന്നു അല്ലേടാ. നീ നമുക്ക് ഇവനെ ഇവിടെ കൂടെ കാണാം. ചിരിക്കുന്നുണ്ടല്ലേ? അബി ആണോ? ഇനി എല്ലാവരും വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നീ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, നിനക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ലേ, എപ്പോഴും അവനെ കൊണ്ടാണോ കുക്ക് ചെയ്യിപ്പിക്കുന്നത്? ഇത് കൂടുതലും റിലേറ്റീവ്സിനായിരിക്കും തോന്നുക. എല്ലാവർക്കും അറിയാമല്ലോ അവയ്ക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കുക്ക് ചെയ്യും, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഇവൻ്റെ റിവ്യൂ ഒക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ നോൺ വെജ് ഒക്കെ വരുമ്പോഴത്തേക്കും അബിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെന്നാലും അവൻ മനസ്സിലാവും, അവന് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവനതങ്ങ് ചെയ്യും. പിന്നെ ഞാനത് നന്നായിട്ടങ്ങ് എൻജോയ് ചെയ്യുകയും ചെയ്യും. ഞാൻ വേറെ കുറച്ച് സാധനങ്ങളിലൊക്കെയാണ് ഞാനും കുക്ക് ചെയ്യും. ഇവന് family. We are the link, Abhi. We are the link of the link.
നീ ഇതുവഴി നോക്കിയേ. ഇനി നിന്നെ കരയിപ്പിച്ചു എന്നുള്ള ചീത്തപ്പേരും കൂടെ കേൾക്കാം. കുനുകുനാന്ന് സവാള. പക്ഷെ ഞാൻ സൂപ്പ് കഴിക്കാനുള്ള ഒരു മൂഡല്ലായിരുന്നു. അപ്പൊ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലൊരു ജാപ്പനീസ് ഫുഡ് ഉണ്ടാക്കാം. എനിക്ക് വിശന്നിട്ട് പോയി. ക്യാരറ്റ് നമ്മളിങ്ങനെ നീളത്തിലാണ് അരിയുന്നത്. കണ്ടെന്നെ പറ്റിച്ച് ഞാൻ ഓർത്ത് നീളത്തിലായിരിക്കുന്നതാണ്. ഇങ്ങനെ നീളത്തിലാണ് ഗൈസ് ഉദ്ദേശിച്ചത്. ഇത് കറക്റ്റ് ആ സൂപ്പിലിടുന്ന പീസസ് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെയ്യാം. പക്ഷെ എല്ലാം ഒരേ സൈസ് ആയിരിക്കണം എന്ന് മാത്രം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാ യൂട്യൂബ് ചാനലിൽ എല്ലാവരും പറയുന്ന കേട്ടിട്ടുള്ള അങ്ങനെയൊക്കെയാണ് ഗൈസ്. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു കേട്ടു. ശിവമല്ലിക്കാവിൽ. നമ്മുടെ ചിക്കൻ എന്തായ അവസ്ഥ? അത് എത്ര ടൈം കുക്ക് ചെയ്യണം എന്നൊക്കെ പറയണം. ഓക്കെ, സാധാരണ കുക്കറിലാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെ കുക്കറില്ലാത്തോണ്ട് നമ്മൾ കുക്കർ മേടിച്ചില്ലല്ലോ. കുക്കർ ഉണ്ടെങ്കിൽ ഒരു 3 വിസിൽ, അതാണ് എന്റെ കണക്ക്. ഓക്കെ ഗൈസ്, നിങ്ങൾ കുക്കറിലാ ചെയ്യുന്നെങ്കിൽ 3 വിസിൽ. ശരി, ആൾക്കാർ ഓർക്കും ഇതെന്താ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഓരോന്ന് വാങ്ങി വരുന്നതേ ഉള്ളൂ ഗൈസ്. നമ്മളിവിടെ ചോറ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഉണ്ടാക്കാറില്ല. നമ്മൾ ചോറിൻ്റെ വലിയ ഫാൻസ് അല്ല, അതുകൊണ്ട് കുക്കറിൻ്റെ ആവശ്യം അധികം വരാറില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളതിനെ പറ്റി ചിന്തിക്കുന്നത്. ഇത് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഞാനെന്താ ചിക്കൻ സാലഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊരു വിശപ്പിനൊരു ഇവിടെ ഇപ്പൊ ഭയങ്കര ലേറ്റ് ആയി. നോക്ക്, നമ്മളങ്ങനെ വെളിയിൽ നിന്ന് കഴിക്കാറൊന്നുമില്ല, വെളിയിൽ നിന്ന് അങ്ങനെ മേടിക്കാറുമില്ല. ഇതിന്ന് റെഡ്യൂസ്ഡിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചിരുന്ന് കുക്ക് ചെയ്യാൻ മിക്കവാറും ടൈം കാണത്തില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അഭി പറഞ്ഞത് നല്ലൊരു ജാപ്പനീസ് സാധനം ഉണ്ടാക്കി തരാം. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ട് കഴിക്കട്ടെ. എന്തിനാ അഭി ഇത്രയും ക്യാപ്സിക്കം എടുക്കുന്നത്? സ്പ്രിംഗ് ഒനിയൻ ജാപ്പനീസ് സൂപ്പിൻ്റെ ഒക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതൊക്കെ മറ്റേ ടേസ്റ്റ് ചേഞ്ചർ അല്ലേ? നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പം ഇതിട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ശരിയുള്ളെങ്കിലും ഗൈസ്, അപ്പോൾ നമ്മുടെ അരിയൽ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇതാ നമുക്ക് ക്യാപ്സിക്കം ഒക്കെ ഈ ഒരു പരുവത്തിന് അരിഞ്ഞു. പിന്നെ സവോള മാത്രം നല്ല കുഞ്ഞു കുഞ്ഞു സ്ലൈസ് ആയിട്ട് അരിഞ്ഞു. ക്യാരറ്റ് നമ്മൾ ഈ സൂപ്പിലൊക്കെ കിട്ടുന്ന പോലെ. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം നമ്മൾ അരിഞ്ഞില്ല. പിന്നെ സ്പ്രിംഗ് ഒനിയനും റൗണ്ടായിട്ട് കുഞ്ഞായിട്ട് ഒരു മീഡിയം ലെവലിലരിഞ്ഞു. പിന്നെ നമുക്കുള്ളത് മഷ്റൂമാണ്. മഷ്റൂം ജസ്റ്റ് ചെറിയൊരു വലുപ്പത്തിന് നമ്മൾ അരിഞ്ഞെടുക്കുക. ഇതൊരു 200 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അപ്പുറത്ത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രോത്ത് റെഡി ആയിട്ടുണ്ട്. വേവ് കറക്റ്റ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മുടെ കുക്കർ ഇല്ലാത്തതുകൊണ്ട്, കുക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ഇതിനെ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. നമുക്ക് സെറ്റായിട്ടുണ്ട്. ചെടികളൊക്കെ കണ്ടോ? ചെടികളല്ല ഗൈസ്, 2 നമുക്ക് കിച്ചണിലേക്കുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ ചെടി. പുതിനയിലയും മല്ലിയിലയും ഞാനിങ്ങനെ ചട്ടിയിൽ മേടിച്ചു. എനിക്ക് ഗ്രീനറി കാണാൻ ഇഷ്ടമാണ്. പിന്നെ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യല്ലോ. പിന്നെ അത് അമ്മയൊക്കെ ഇടുന്ന പോലെ ഞാനൊരു മുട്ടത്തോടും കൂടെ ഇട്ടിട്ടുണ്ട്. മുട്ടത്തോട് ഹെൽപ്പ് ചെയ്യുമോ? നമ്മളെ കാണാൻ അതിൻ്റെ അകത്ത് ഭയങ്കര സാറ്റിസ്ഫൈങ് അല്ലേ ഗൈസ്? ലാസ്റ്റത്തെ തുള്ളി ഇങ്ങനെ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി പോകും. ഞാൻ എന്തായാലും ഒഴിക്കുന്ന രീതി ഇങ്ങനെ. അപ്പം എനിക്കറിയാം അതിങ്ങനെ. ഇത് ഒലിവ് ഓയിലാണോ ഇടുന്നത്? നിൽക്കി
ഓ ഇത് പറഞ്ഞപ്പോ അതിന് ഡിമാൻഡ് ആയിപ്പോ. ഇത്ര സമയമൊന്നും എടുക്കത്തില്ലായിരുന്നു. യെസ്, അങ്ങനെ ആ ലാസ്റ്റ് ഡ്രോപ്പ് പോയിരിക്കാൻ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഇടുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. നമ്മള് 3 ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും ചെറിയ ബോട്ടിലായിരിക്കും എന്ന് വിചാരിച്ചില്ല. പക്ഷെ നല്ലതാണല്ലേ, നമുക്ക് ഓക്കെ. ഗൈസ്, നമ്മളിത് എല്ലാം കൂടെ ഒരുമിച്ചിടുകയാണ്. നമ്മൾ വഴറ്റി എടുക്കുകയൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് സോട്ടായി കിട്ടണം, ഒന്ന് വെന്ത് കിട്ടണം. നമ്മൾ ആദ്യം ഒനിയൻ ഇട്ടു, പിന്നെ ക്യാരറ്റ്, ഗ്രീൻ പെപ്പർ ഇട്ടു, ഇനി റെഡ് പെപ്പർ ഇടുവാണ്. അതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ ഇതിലൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫുള്ള് കുക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടായിട്ട് കിട്ടിയാൽ മതി. നല്ല രസമില്ലേ വെജിറ്റബിൾസ് എല്ലാം കൂടെ കിടക്കുന്ന കാണാൻ തന്നെ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് കൂടാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഫൈനായിട്ട് അരിയണം. എത്രത്തോളം ഫൈൻ ആവുന്നോ അത്രയും അത്രയും നല്ലതാണ്. അത് ഈ പച്ചമുളകും നമ്മൾ അരിയുമ്പോൾ ഏറ്റവും ഫൈനായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ സാലഡിലൊക്കെ ഭയങ്കര ഒരു വേറെ തന്നെ ടേസ്റ്റ് നന്നായിട്ട് ചേഞ്ച് ആവും. നമുക്ക് മുളക് കടിച്ചാലും പ്രശ്നവും ഉണ്ടാകത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം അതുപോലെ നമ്മൾ ഭയങ്കര ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. മീൻവെൽ നമ്മുടെ ആ വെജീസ് എല്ലാം അവിടെ കിടന്ന് വെന്തോളും. ഇത് ഒരുമിച്ചിടണ്ടല്ലോ. യെസ്, നമ്മള് ഗാർലിക് ഇട്ടു, ഇനി പച്ചമുളക് ഫൈനായിട്ട്. ഇനി ആദ്യം നമുക്ക് പറ്റുന്ന അളവിൽ അരിയുക, എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒരു പിടി പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഫൈനായിട്ട് കിട്ടും. അത് എത്രത്തോളം ഫൈനാക്കാവോ അത്രയും ടേസ്റ്റിയർ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നെങ്കിൽ ഒന്ന് ട്രൈ നോക്കണേ. സാലഡ്സിലൊക്കെ ഇങ്ങനെ അതെ ഭയങ്കര പൊടിയായിട്ട് കിട്ടുമ്പോ ഒരു വേറെ മുളക് കടിക്കുന്നതിന്റെ ഒരു ഇത് വരത്തുമില്ല. അതെ, എന്നിട്ട് നമ്മള് ഒരു റൗണ്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ, അപ്പൊ അതിലും ഫൈൻ ആയിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞു കിട്ടും. നമുക്ക് ഇത്ര അളവിന് മതി. എത്ര ഫൈൻ ആക്കണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ പച്ചമുളകും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. ഓൾറൈറ്റ്, ഇനി അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ചില്ലി ഗാർലിക് സോസ് ഒഴിക്കുക. സ്വീറ്റ് ചില്ലിൻ്റെ സോസ് കിട്ടും, പിന്നെ ഗാർലിക് സോസും ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അത് നിങ്ങൾ നോക്കിയെടുക്കണം. നമ്മൾ സ്വീറ്റ് ചില്ലി അല്ല ഇടുന്നത്, പ്ലസ് ഒരു ഗാർലിക്കിൻ്റെ ടിന്നും കൂടെ വരുന്നത്. നമ്മളപ്പോൾ ചിക്കൻ ബ്രോത്തിലും ഗാർലിക് ഇട്ടിട്ടുണ്ട്, ഇതിലും ഇട്ടിട്ടുണ്ട് സ്ലൈസ് ചെയ്തിട്ട്, പിന്നെ ഈ പേസ്റ്റിലും ഗാർലിക് ഉണ്ട്. ഇനി ഇതിട്ട് നല്ലപോലെ സോട്ടേ ചെയ്യും. ഇത് സ്വീറ്റ് ചില്ലി ഗാർലിക് ഇല്ലാന്നുണ്ടെങ്കിൽ സോയ സോസും പിന്നെ കെച്ചപ്പും ചില്ലി സോസും, നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പി, ഇത് മൂന്നും കൂടി ഇട്ടാൽ മതി. ഓക്കെ, ഇതിനകത്തൊരു സൂപ്പിലെ മെയിൻ ആശ കുറുമുളക്. നമുക്ക് ഈ ക്യൂട്ട് ബോക്സസ് ഒക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നെയാണ്. അതൊരു എത്ര സ്പൂൺ ഇട്ടു? ഒരു സ്പൂൺ, ഒരു ടീസ്പൂൺ. മഷ്റൂം ഇടാൻ ഒരുത്തൻ മറന്നിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലുണ്ടല്ലോ, കുറച്ച് ഷൂ പോലെ ഇപ്പൊ. മഷ്റൂം ഇവരുടെ മെയിൻ ആണല്ലോ ജാപ്പനീസ് സൂപ്പിന്റെ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും നെക്സ്റ്റ് വീക്കിലേക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് പ്രീ പ്ലാൻ ചെയ്തൊക്കെ കുക്ക് ചെയ്യണം. പക്ഷെ ഒരിക്കലും നടക്കാറില്ല. നമുക്ക് അപ്പം എന്താണോ തോന്നുന്നത് നമ്മളതങ്ങ് ഉണ്ടാക്കുക. അത് ഞങ്ങൾക്കൊരു 1-2
ദിവസത്തെ മീലിന് കാണും. അപ്പോൾ പിന്നെ നമ്മൾ എൻഷുർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെയിം സാധനം ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കത്തില്ല. ഉച്ചയ്ക്ക് ഇത് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഡിന്നറിന് നമ്മൾ ചിക്കൻ പീസസിനെ അതിൻ്റെ ബ്രോത്തിൽ നിന്ന് വേർപിരിക്കുകയാണ് ഗൈസ്. അബീദ് രാജീവ് ഡിവോഴ്സ് ചെയ്യുക അവരുടെ ആത്മബന്ധത്തെ. ചിക്കൻ പീസാണ് വൈഫ്, ബ്രോത്താണ് ഭർത്താവ്. വൈഫിനെ സ്ക്വീസ് ചെയ്ത് വൈഫിൻ്റെ എനർജിയും സത്തെല്ലാം എടുത്തു ബ്രോത്ത്. ഇവിടെ നമ്മുടെ വെജീസൊക്കെ സെറ്റ് ആവുന്നുണ്ട്. സ്ലൈസ് ചെയ്യണം. നമ്മുടെ ചിക്കൻ ഫുള്ള് മെസ്സാണ്. ഫുൾ അല്ല, നമ്മുടെ ചിക്കൻ അല്ല ഗൈസ്, കിച്ചൺ ഫുള്ള് മെസ്സി ആയിട്ടുണ്ട്. ഇനി റൊണാൾഡോനെ വിളിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ഓരോ പീസായിട്ട് നമ്മൾ അറിയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് തൊലി ഓക്കെ ആണെന്ന് എനിക്കറിയാം. എനിക്ക് ഓക്കെ അല്ല. ഇപ്പം തൊലിയാണ് ഗോൾഡൻ എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്, പക്ഷെ എനിക്ക് തൊലി ഇഷ്ടമല്ല. തൊലി റെസിപ്പി ഉണ്ടോ അറിയാനൊക്കെ? ചിക്കനിൽ നിന്നുള്ള തൊലി എടുത്തിട്ട് അതിന്റെ ചിക്കൻ ഉണ്ടാക്കിയ മാരിനേഡ് ഇല്ലേ, ആ മാരിനേഡ് മുക്കിയിട്ട് നമ്മൾ അതിനെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് സ്നാക്കായിട്ട് കഴിക്കും. ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഓരോരുത്തർക്കും ഓരോ തല കണ്ട എന്ത് ടെൻഡറാന്ന് നോക്ക്. നമ്മുടെ ജ്യൂസി ചിക്കൻ നമ്മൾ തൈസ് എടുത്തേക്കുന്നത് ഏകദേശം 1 കിലോ തൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ പ്രിപ്പയർ ചെയ്തിട്ട് ഹെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സൂപ്പിന് പരുവത്തിന് നമ്മളതിനെ ഷ്രെഡഡ് ചിക്കൻ ആക്കുക. കൈ സൂക്ഷിക്കണം, അത് നല്ല സമയമായതുകൊണ്ട്. എല്ലാം ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇത് ഒരു 5 മിനിറ്റ് നമ്മൾ സോട്ട് ചെയ്തതാണ്. ഇപ്പോൾ വേവൊക്കെ ഏകദേശം പാകത്തിനായിട്ടുണ്ട്. മഷ്റൂമൊക്കെ അതാ ഒതുങ്ങി ചുരുണ്ട് കൂടിയിട്ടുണ്ട്. ബ്രോത്ത് അവിടെ തന്നെ ഇരിക്കുന്നു. ആൻഡ് അഭിജിത്ത് രാജീവ് ഇവിടെ ദാ ചിക്കൻ ഇത്രയും പരുവത്തിനാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം ചെറുതായിട്ട് അരിയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായിട്ട് നൂഡിൽസ് മേടിച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനത്തെ ടൈപ്പ് നൂഡിൽസ്, ഈ പിക്ചർ കാണുന്ന പോലെ. വീറ്റ് ആണോ? അപ്പം അതും ഹെൽത്തി. നിങ്ങൾക്കുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് എനിക്ക് കഴിക്കണം. ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ല സാധനങ്ങൾ വയറ്റിലോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പിസ്സ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുന്നെങ്കിൽ ഭയങ്കര റിഗ്രറ്റും ആയിരിക്കും. മെയിൻ ആശാനായിട്ട് വിളിക്കാൻ പോകും. ഓക്കെ, റെഡി? നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നോ? വിനോദ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സിന്ധമ്മ നമുക്ക് തന്നെ. പക്ഷെ അതിൽ വിനോദിന്റെ ഇടക്കിടക്ക് മുങ്ങാനുള്ളതേ മുക്കല്. വെള്ളം കൂടുതലാണോ? അല്ലല്ലേ, കറക്റ്റ്. ഫൈനൽ സ്റ്റെപ്പായിട്ട് നൂഡിൽസ് വയ്ക്കാം. നമ്മളിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്തോണ്ട് നിങ്ങളിപ്പം ചെറിയ രീതിയിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഇത്രയും ടൈമൊന്നും എടുക്കത്തില്ല. ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഭയങ്കര പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത്രയും നൂഡിൽസ് പക്ഷെ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. നാട്ടിൽ പക്ഷെ ഉണ്ടല്ലേ? അല്ല, ഈ നൂഡിൽസ് ഞാൻ മേടിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ റിലയൻസിലായിരുന്നു പോകുന്നത്. റിലയൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടതാണ്. അപ്പം ഇതിനി ഇവിടെ കിടന്ന് വേവട്ടെ. ഒരു 2 മുട്ടയുടെ വെള്ള മാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇടാൻ പറ്റും. ചിക്കൻ പീസിന് എല്ലാം വലിയ പീസ് ഇതാക്കിയില്ലല്ലേ?
ഇച്ചിരി എനിക്ക് വേണ്ടി ഇടുവാൻ കിട്ടാം. കുഴപ്പമില്ല, അങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. മറ്റേ ഭയങ്കര തീരെ ഷെഡായി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വേവുന്നല്ലേ, അപ്പോൾ അങ്ങ് പൊടിഞ്ഞോടി ഞാൻ കഴിയും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ചിക്കനും ഇതിനകത്ത് ആഡ് ചെയ്തു. നമ്മൾ കോൺഫ്ലവറും കുറച്ച് സോയ സോസും ഇട്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഏറ്റവും ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ള ഇടുന്നത്. മുട്ടയുടെ വെള്ള എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ കളറാണല്ലോ ബീസ്. എന്താ ബി അപ്പോൾ ഇതാ നമ്മുടെ പ്രീമിയം ഡാർക്ക് സോയ സോസാണ്. നമ്മൾ കുറച്ചിട്ടു 1 സ്പൂണാണ് ഇടുന്നത്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കോൺഫ്ലവർ ഇടാം. ഞാൻ ശശിയായി ഗൈസ്, അത് ലാസ്റ്റാണ്. ഇതുണ്ടാക്കാൻ എന്താ പെട്ടെന്നൊരു ഐഡിയ തോന്നി? ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ജാപ്പനീസ് കഴിക്കായിരുന്നല്ലേ ഇത്. ഞങ്ങളിന്ന് റെസ്റ്റോറൻറ്റിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ മതി. നാളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട്, അതുകൊണ്ട് പ്ലാൻ ഇട്ടാ. ഞാൻ ഓർത്ത് നീ ആ സ്വീറ്റ് ചില്ലി തായ് സോസ് സത്യം വീഡിയോയിൽ ഇങ്ങനെ പറയാമല്ലോ. അവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നിയ ഐഡിയ. ഞാൻ ഇത് തന്നെ വീഡിയോയിലിടും കേട്ടോ. ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ചിക്കൻ ആണെന്നാണ് അങ്ങനെ വരുന്നത്. ഇങ്ങനെ ഒരു വൈറ്റ് ഒരു വളവള പോലെ കിട്ടും. ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു, അപ്പോൾ നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് ബ്ലോഗ്സ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ ഗ്രേവി എടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട്. കോൺഫ്ലവറിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് എനിക്ക്, പക്ഷെ കിടിലനായിട്ടുണ്ട്. നൈസ്. ചിക്കനൊന്നും ഒരുപാട് പൊടിഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് എനിക്ക് വേണ്ട കൺസിസ്റ്റൻസി. എല്ലാ ടേസ്റ്റും എടുത്തറിയുന്നുണ്ട്. ഗാർലിക്കിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാൻ. ഇത് എല്ലാം സിമ്പിൾ ഇൻഗ്രീഡിയൻസാണ്. മുട്ട, ചിക്കൻ, പിന്നെ കുറച്ച് സോസുകൾ മാത്രം മതി. പക്ഷേ വെജീസും എല്ലാം കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു മെൻഷൻ ദാറ്റ് ഇൻ കമൻറ്റ്സ്. അപ്പോൾ നമുക്കും അറിയാമല്ലോ ഒക്കെ നമ്മുടെ വീഡിയോ വേണ്ടിയിട്ട് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിയാൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്തു എന്ന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുട്ടി റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഞങ്ങൾ ഇതുപോലെ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം, കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എൻഷുർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്.